ചിങ്ങമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ അഷ്ടമിതിഥിയും രോഹിണി നക്ഷത്രവും ഒന്നിക്കുന്ന ദിവസം അർദ്ധരാത്രിയിലാണ് ഭക്തവത്സലനായ ശ്രീകൃഷ്ണ ഭഗവാൻ അവതാരമെടുത്തത്. 2025 സെപ്റ്റംബർ 14 ഞായറാഴ്ചയാണ് ഇത്തവണ അഷ്ടമി രോഹിണി. കേരളത്തിൽ മാത്രമാണ് ഈ ദിവസം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നത്. മറ്റിടങ്ങളിൽ ഭാദ്രപദ മാസത്തിൽ കറുത്ത പക്ഷത്തിലെ അഷ്ടമി തിഥി വരുന്ന അർദ്ധരാത്രിയിലാണ് ജന്മാഷ്ടമിയായി ആഘോഷിക്കുന്നത്. ഇവിടെ ഭഗവാന്റെ ജന്മനക്ഷത്രമായ രോഹിണിയും അഷ്ടമി തിഥിയും ഒന്നിക്കുന്ന അഷ്ടമി രോഹിണിയിലാണ് ആഘോഷം നടത്താറ്. അഷ്ടമി രോഹിണി ദിവസം ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുന്നത് സർവാഭീഷ്ടദായകമാണ്. കർമ്മരംഗത്ത് ഉയർച്ച, സാമ്പത്തിക അഭിവൃദ്ധി, ദാമ്പത്യ സുഖം, തൊഴിൽ വിജയം, കുടുംബൈശ്വര്യം, ശത്രുദോഷ നിവാരണം, കലാസാഹിത്യ വിജയം, വിദ്യാവിജയം, ആപത് രക്ഷ, ദാമ്പത്യ കലഹമോചനം, പ്രണയ സാഫല്യം, രാഷ്ട്രീയ വിജയം, ഭരണ നൈപുണ്യം, തൊഴിൽ ദുരിതശമനം, വിദ്യാവിഘ്നം, കടബാധിത മുക്തി, പാപമുക്തി തുടങ്ങിയ എന്തിനും അഷ്ടമി രോഹിണി ദിവസത്തിലെ ശ്രീകൃഷ്ണ ഉപാസന ഉത്തമമാണ്. മത്സ്യമാംസാദികളും ശാരീരിക ബന്ധവും ത്യജിച്ച് മനഃശുദ്ധി, ശരീരശുദ്ധി എന്നിവ പാലിച്ച് വ്രതം അനുഷ്ഠിച്ച് അഷ്ടമി രോഹിണി ദിവസം ശ്രീകൃഷ്ണ മന്ത്രങ്ങൾ ജപിച്ചാൽ പെട്ടെന്ന് ഫലസിദ്ധി ലഭിക്കുന്നതാണ്. ഇനി അഷ്ടമി രോഹിണി ദിവസം ജപിക്കേണ്ട അത്ഭുത ഫലസിദ്ധി നൽകുന്ന ശ്രീകൃഷ്ണ മന്ത്രങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. അഷ്ടമി രോഹിണി ദിവസം ഭക്തിയോടുകൂടി ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലുന്നത് വളരെ ഉത്തമമാണ്. കൂടാതെ ദുഃഖങ്ങളിൽ നിന്നും മോചനം നേടുവാൻ അമൃതിന് തുല്യമായ ഓം ക്ലീം കൃഷ്ണായ നമഃ എന്ന ശ്രീകൃഷ്ണ മൂലമന്ത്രം ചൊല്ലുന്നത് വളരെ ഉത്തമമാണ്. ഇതുകൂടാതെ ദ്വാദശാക്ഷര മന്ത്രമായ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രവും ചൊല്ലുന്നത് വളരെ നല്ലതാണ്. ഇത് ചൊല്ലുന്നതിലൂടെ പാപദുരിതങ്ങൾ ഇല്ലാതാകുന്നതാണ്. ഇതുകൂടാതെ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും കാര്യസിദ്ധിക്കും ജീവിത വിജയത്തിനും 108 തവണയോ 1008 തവണയോ ചൊല്ലുന്നത് വളരെ നല്ലതാണ്. ഇനി എവിടെയും വിജയമുണ്ടാകുവാനും സമ്പൽ സമൃദ്ധിക്കും ഭഗവാന്റെ ഗായത്രി മന്ത്രം ചൊല്ലുന്നത് നല്ലതാണ്. ഓം ദേവകി നന്ദനായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ കൃഷ്ണ പ്രചോദയാത്. ഇതാണ് ഭഗവാന്റെ ഗായത്രി മന്ത്രം. ഇതുകൂടാതെ കൃഷ്ണായ വാസുദേവായ ഹരയെ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ വസുദേവ സുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകി പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഈ ശ്ലോകവും ഭക്തിയോടുകൂടി ചൊല്ലാവുന്നതാണ്.